ഹായ് ഹോൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. നല്ല മഴയുള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ തലേന്ന് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതാ മിക്സിയിലിട്ട് അരക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ദേശീയ ഭക്ഷണമാണ് ദോശ. കാരണം എന്തെന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഇന്നിപ്പോൾ ദോശയല്ലേ എന്ന് കരുതിയിട്ട് വേറെ എന്തെങ്കിലും നമ്മൾ പുട്ടോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും മാറ്റി പിടിച്ചാൽ അന്ന് കട്ടക്കാലത്തിന് ചിക്കൻ കറി ആയിട്ടാണെങ്കിൽ ഒരു ചോദ്യമുണ്ട്, ഇന്ന് ദോശ ചുട്ടുകൂടായിരുന്നോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ദോശയ്ക്ക് അഡിക്റ്റ് ആയിട്ടുള്ള മൊഹബത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ മുഖത്തേക്കൊന്ന് നോക്കൂ, എന്തൊരു ചൈതന്യം. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ബീഫ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് മേടിച്ച വെള്ളിയാഴ്ച ബീഫ് കൂട്ടാത്തൊരു ദീൻ ഇസ്ലാം എന്ന് പുറത്തുമില്ല, ആ കൂട്ടത്തിലുള്ള ആൾക്കാരാട്ടോ ഞങ്ങൾ. അപ്പോൾ ഇതാ ഇന്ന് ചട്ടിയിലാട്ടോ ബീഫ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ കൂടെ ചോപ്പറിൽ കട്ട് ചെയ്തിട്ട് മസാലയും മല്ലിപ്പൊടിയൊക്കെ ഇടുക കേട്ടോ. ഏകദേശം ഒരു 3-4 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടാവും. കാരണം എന്താണെന്നറിയാം, രാത്രി 4 ചപ്പാത്തിക്ക് തിന്നുന്ന ബീഫിൻ്റെ കറി എടുക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? അങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഇടും കേട്ടോ. നിങ്ങളിങ്ങനെയാണോ വെക്കാറുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ ഈ ഒരു മിക്സിങ് ഉണ്ടല്ലോ, ഈ നമ്മുടെ ഇറച്ചിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു മിക്സിങ് കറക്റ്റാണ് കേട്ടോ. ഐഡിയകളൊക്കെ പറഞ്ഞത് ഞങ്ങളപ്പോൾ ഭയങ്കര ഒരു കുക്കായിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ പറയുന്നത് ചട്ടിയിൽ വെച്ചാലാണ് ബീഫ് ടേസ്റ്റ് കൂടുക എന്നാണ്. അപ്പോൾ ഞങ്ങൾ ചട്ടിയിൽ പുറത്തടുപ്പത്താട്ട വെച്ചിരിക്കണേ. കാരണം ഗ്യാസിന് വില കൂടിയുണ്ടോന്നല്ല കേട്ടോ, ടേസ്റ്റ് വിചാരിച്ചിട്ട് വെച്ചതാട്ടോ. പിന്നെ ബീഫ് പറ്റാത്ത ഒരാളുണ്ട്, പറ്റായി ഒന്നുമല്ല, തിന്നാൻ പറ്റായി. അപ്പം ഞങ്ങൾ അവർക്ക് അതേ ടേസ്റ്റിലുള്ളൊരു സംഭവമില്ലേ, നമ്മൾ കോളിഫ്ലവർ അതൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ബീഫൊക്കെ സെറ്റായിട്ടുണ്ട്. കൂടുതൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് മുരർപ്പിച്ചിട്ടൊന്നുമില്ല, കാരണം കൊളസ്ട്രോൾ. ഇത് പിന്നെ 2 ഐറ്റമാണ് കേട്ടോ, ഒന്ന് നല്ല മുരർത്തതും ഒന്ന് കുഴപ്പമില്ലാത്ത രീതിയിലും. ഇതിൽ പിന്നെ ആർക്കും ഒരു ചേഞ്ചിങ്ങും ഇല്ല, അത് സെയിം ഒന്ന് തന്നെ, അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല. പിന്നെ അലക്കാനുള്ള ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ കൂട്ടത്തിൽ അതൊന്നും നടക്കട്ടെ. ഇനി ഈ പരിപാടി അതേതായാലും അങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി ക്ലീനിങ് പരിപാടി, ഞാൻ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഒന്നിച്ച് വീട് മൊത്തമായിട്ട് അടിച്ചു വാരി തുടക്കാറുള്ളത് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ശരി. പിന്നെ കൂട്ടത്തിൽ മിക്സി അങ്ങനത്തെ ഒക്കെ അപ്പം തന്നെ അത് ക്ലീൻ ചെയ്ത് വെച്ചാൽ നമ്മൾ വീട് വല്ലാണ്ട് ബോറായി എടുക്കില്ല കേട്ടോ. ഞാൻ ചൂലെടുത്തിറങ്ങിയതും എൻ്റെ മോൻ്റെ പിന്നാലെ ഇവളെവിടെയാണ് അടിച്ചു വരുന്നത്, ഇവളെവിടെയാണ് വൃത്തിയാക്കണം, അത് അലമ്പാക്കാനായിട്ട് എൻ്റെ പിന്നാലെ കൂടിയതാട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആ ചവിട്ടി എടുത്തേച്ച് ഓനത് എടുത്തക്കടാ ഇതാണോ എൻ്റെ പരിപാടി ഇട്ടാ. ഓൻ എൻ്റെ കൂടെ ഇങ്ങനെ നേരം വെളുത്താലും മക്കാറാക്കാനായിട്ട് നടക്കും. അങ്ങനെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ അലക്കിയതൊക്കെ ഇടാറ് മുകളിലാട്ടോ. അപ്പോൾ ഇനി ഇവൻ്റെ കാര്യത്തിലൊന്ന് തീരുമാനിക്കണം, അതാണ് എൻ്റെ അടുത്തുള്ള ടാസ്ക്. ഓനെങ്ങനെ അല്ലല്ല പഠിച്ചോനെ. ഈ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് കുളിച്ച് നിസ്കാരവും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ. വെറുതെ ഒന്ന് പോസ്റ്റ് ഇട്ട് നോക്കിയതാ കൊളയിക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.